പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് 3 വിദ്യാർത്ഥിനികളെ കാണാതായി എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അനങ്ങനാട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുൽ, സുഹൃത്തുക്കളാണോ ഇവരെ 3 പേരെയും കാണാതായി എന്നുള്ള വിവരം എപ്പോഴാണ് ലഭിക്കുന്നത്? എന്താണ് സംഭവം എന്നറിയുമോ? അന്വേഷണം എങ്ങനെ പോകുന്നു? അതായത് അനങ്ങനടി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഈ കാണാതായ 3 പെൺകുട്ടികളും. അഭിരാമി, ഋതു, ശ്രീകല ഇങ്ങനെയുള്ള 3 കുട്ടികളെയാണ് കാണാതായത്. ഇവർ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു, പക്ഷെ പിന്നീട് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. ഈ സ്കൂളിലേക്ക് കുട്ടികൾ എത്താതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ വീട്ടിൽ വിവരം അറിയിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഉടൻ തന്നെ ഒറ്റപ്പാലം പോലീസിൽ ബന്ധപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടികൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം നൽകി സമഗ്രമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഒരുപക്ഷെ പോയതാകാമെന്നുള്ളൊരു വിവരം അല്ലെങ്കിൽ ഒരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. കാരണം പല സുഹൃത്തുക്കളോടും തങ്ങൾ പാലക്കാട്ടേക്ക് പോകും എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. 9ാം ക്ലാസ്സിൽ 3 പേരും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഒരേ ക്ലാസ്സിലല്ലെങ്കിലും പക്ഷേ ഇവർ 9ാം ക്ലാസ്സിലാണ് ഒരേ സ്കൂളിൽ പഠിക്കുന്നത്. ഇവർ മറ്റ് പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ 3 പേരും. അങ്ങനെ ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഒരു സൗഹൃദമുണ്ട്. അങ്ങനെ 3 പേരും കൂടി ചേർന്ന് അല്ലെങ്കിൽ ഒരു പക്ഷേ പോയതാണോ അല്ലെങ്കിൽ ആ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ കുട്ടികൾ പാലക്കാട് ഭാഗത്തേക്ക് പോന്നിട്ടുണ്ടെന്നുള്ളൊരു സൂചനയാണ് പ്രാഥമികമായും പോലീസിന് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നില്ലേ വീട്ടുകാര്? ഇപ്പോൾ ഇത്രയും സമയമായി. ഇന്നലെയല്ല അക്ഷയ, ഇന്ന് രാവിലെയാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നീട് സ്കൂൾ അധികൃതർ ക്ലാസ്സിൽ കാണാതായതിനെ തുടർന്ന് വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എന്താണ് വരാത്തതെന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വിവരങ്ങൾ സ്കൂളിലേക്ക് കുട്ടികൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം സ്കൂൾ അധികൃതർ അറിയുന്നതും അവർ ഒറ്റപ്പാലം പോലീസിൽ വിവരം അറിയിക്കുന്നതും. പോലീസ് അങ്ങനെ ഈ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്കൂളിൽ പോയി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോഴാണ് പല അധ്യാപകരും പറഞ്ഞത് അവരെടുത്ത് അല്ലെങ്കിൽ പല വിദ്യാർത്ഥികളിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചത് ഇവർ പാലക്കാട് ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സൂചന ലഭിച്ചു. അങ്ങനെയാണ് പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായൊരു അന്വേഷണം നടക്കുന്നത്.